അക്കൗണ്ടൻസി എന്ന് പറയുന്ന മൊഡ്യൂളിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് വൺ അക്കൗണ്ടിംഗ് പീരിയഡ് വിത്ത് ദാറ്റ് ഓഫ് ദി പാസ്റ്റ് ഈസ് പോസിബിൾ വെൻ ഡാഷ് കോൺസെപ്റ്റ് ഈസ് ഫോളോഡ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോസ്റ്റ്, ഓപ്ഷൻ ബി മണി മെഷർമെൻറ്റ്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഫുൾ ഡിസ്ക്ലോഷർ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഫിനാൻഷ്യൽ പൊസിഷൻ അതിൻ്റെ തന്നെ പ്രീവിയസ് ഇയറിലുള്ള പാസ്റ്റ് ഇയറിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോഴെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ കോസ്റ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ബി മണി മെഷർമെൻറ്റ്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഫുൾ ഡിസ്ക്ലോഷർ. ഇതിൽ ഏത് കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കങ്ങനെ കമ്പാരിസൺ പോസിബിൾ ആവുന്നത്? ഓപ്ഷൻ സി കൺസിസ്റ്റൻസി. സോ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫേമിൻ്റെ ഒരു പീരീഡിലെ ഫിനാൻഷ്യൽ പൊസിഷൻ മറ്റൊരു പീരീഡിലെ ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ മെത്തേഡ്സും പോളിസീസും പ്രാക്ടീസസും ഫോളോ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കൺസിസ്റ്റൻസി എന്നതാണ്.